അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് എന്തിനും ചിരിയാണല്ലേ. യൂട്യൂബിൽ സബ്സ്ക്രൈബ് കിട്ടാനും വാട്സാപ്പിൽ ഗ്രൂപ്പിന് ജീവന് കൊടുക്കാനും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോവേഴ്സ് മില്യൺ കടക്കാനും ഇന്ന് ചിരിയാണ് മെയിൻ. എന്തിന് ഈ സദസ്സിനൊന്ന് കയ്യിലെടുക്കാനും വേണം ചിരി. എന്നാൽ ഈ ചിരി കാര്യമാവുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ചാലോ? എന്നാ പിന്നെ തുടങ്ങല്ലേ. എല്ലാവരും ശ്രദ്ധിക്കുക. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. حدثنا أحمد بن صالح أخبرنا عبد الله بن وهب أنبأنا أمرا أن أبا النضر حدثه عن سليمان بن يسار عن عائشة زوج النبي صلى الله عليه وسلم أنها قالت ما رأيت رسول الله صلى الله عليه وسلم قط مستجمعا ضاحكا حتى أرى منه لهواته إنما كان يتبسم. വിദ്യാർത്ഥികളെ, ഒരു ചെറിയ നന്മയെ പോലും നിസാരമാക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം പുഞ്ചിരിയെ ഒരു വലിയ പുണ്യമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ലഹ്ക്, തബസ്സുമ് എന്നീ രണ്ട് വാക്കാണ് അറബിയിൽ ചിരി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുള്ളത്. ഏതൊക്കെയാണ്? എഴുതി തരാം. ഒന്ന് ലഹ്ക്, രണ്ടാമത്തെ തബസ്സുമ്. ഇപ്പോൾ ലഹ്ക് എന്നത് ഇസ്ലാമിൽ എവിടെയും പ്രോത്സാഹിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കില്ല. നാം പറഞ്ഞ ഹദീസിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിരിയെ സൂചിപ്പിച്ച വാക്ക് എന്താണ്? തബസ്സുമ് എന്ന വാക്കാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻപല്ല് കാണുന്ന വിധത്തിൽ ചിരിക്കുന്നതായി ഞാൻ കണ്ടിട്ടേ ഇല്ല. മറിച്ച് പുഞ്ചിരിക്കാറാണ് പതിവ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒന്ന് പുഞ്ചിരിച്ചാലോ? എല്ലാവരും ഒന്ന് പുഞ്ചിരിക്കേ. ഒന്നുകൂടി ചിരിക്കല്ല, പുഞ്ചിരിക്കാം, മുൻപല്ല് കാണാതെ. മാഷാ അല്ലാഹ്. പുഞ്ചിരിയെ പ്രോത്സാഹിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ തുക്സിറുൽ ലഹ്ക ഫഇന്ന കസ്റത്തുൽ ലഹ്കി യുമീതുൽ ഖൽബ. അഥവാ നിങ്ങൾ കൂടുതലായി ചിരിക്കരുത്, അധികമായ ചിരി ഹൃദയത്തെ മരിപ്പിക്കും. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് ചിരിയെ കുറിച്ചാണ്. അതായത് നമ്മൾ ചിരിയെ കുറിച്ച് ചർച്ച ചെയ്തു. നമുക്ക് തബസ്സുമിനെ കുറിച്ചൊന്ന് നോക്കാം. പുഞ്ചിരി എന്നത് മനുഷ്യ ഹൃദയത്തിലേക്ക് രക്തമോട്ടം കൂട്ടുകയും ഹൃദയരോഗം 40% കുറക്കുകയും ചെയ്യുന്നു. ഇനി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് ആരാണ്? എന്തായാലും ഞാനല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ? ഇത് പോട്ടെ, നിങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ കളിക്കുന്നത് ആരാണ്? പലരും ഉണ്ടാവും. ഇതും പോട്ടെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച വ്യക്തി ആരാണ്? അവിടെ ആരോ ഒന്ന് പറഞ്ഞു. അതെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹത്തിന്റെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മാ റഅയ്തു ആഖറ അക്സറ തബസ്സുമ മിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ കൂടുതൽ പുഞ്ചിരിക്കുന്നതായി ഞാൻ മറ്റാരെയും കണ്ടിട്ടില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുതിരപ്പുറത്ത് യാത്ര ചെയ്യവേ ഒരു ഗ്രാമീണൻ വന്ന് നബിയുടെ പുറത്തു നിന്നും നബിയുടെ ഷാൾ വലിച്ചു. ആ വലി കാരണമായിട്ട് നബിയുടെ പുറത്ത് പാടുവരെ വീഴുകയുണ്ടായി. എന്നാൽ നബിയുടെ പ്രതികരണം ഒരു പുഞ്ചിരി മാത്രമായിരുന്നു. നാം ഒന്ന് ആലോചിച്ചു നോക്കണം, എത്ര കാര്യങ്ങളാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ കിടക്കുന്നതെന്ന്. പഠനങ്ങൾ പുഞ്ചിരിയെ കുറിച്ച് പറയുന്നുണ്ട്. പുഞ്ചിരി ഇൻസോഫിസ് എന്ന രാസവസ്തുവിന്റെ ഉൽപാദനം അധികരിപ്പിക്കുകയും ഫൈബ്രോമാജിയ പോലുള്ള മാരകമായ രോഗങ്ങൾ ശരീരത്തിൽ നിന്നും തടയുകയും ചെയ്യുന്നു. വാഷിംഗ്ടണിൽ ഈ അടുത്ത കാലത്ത് ഒരു വാർത്ത കണ്ടു. ദ ഹിന്ദു പത്രവും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാർത്ത ഇങ്ങനെയാണ്: According to doctors, we use only 4 muscles to smile, but when we frown, we use 64 muscles. അഥവാ ഒരു വ്യക്തി പുഞ്ചിരിക്കുന്ന സമയത്ത് അവന്റെ ശരീരത്തിൽ 4 മസിലുകളാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഒരു വ്യക്തി ദേഷ്യപ്പെടുമ്പോൾ അവന്റെ ശരീരത്തിൽ 64 മസിലുകൾ പ്രവർത്തിക്കുന്നു. അഥവാ ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത് പുഞ്ചിരി എന്നത് മനുഷ്യ ശരീരത്തിൽ ഒരു ഊർജ്ജലാഭമാണ് എന്നാണ്. എല്ലാവർക്കും കേൾക്കുന്നില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം, ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകാം. അതൊക്കെ ഉണ്ടാകുമ്പോഴും പുഞ്ചിരി എന്ന സൽഗുണ നഷ്ടപ്പെട്ടു പോകാതെ നാം കാത്തു സൂക്ഷിക്കണം. ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്ന തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും നമുക്ക് പുഞ്ചിരിയിൽ മാതൃകയാണ്. പുഞ്ചിരി ഒരിക്കലും പാഴാവില്ല. പുഞ്ചിരി ഒരു സ്വതക്കയാണ്, ഔഷധമാണ്, ഒരു ഊർജമാണ്. അതുകൊണ്ട് നമുക്ക് പുഞ്ചിരി ഒന്ന് കൂട്ടിപ്പിടിക്കാം. സ്മൈൽ ഈസ് എ കർവ് ദാറ്റ് സെറ്റ് എവരിതിങ് സെറ്റിംഗ്. അള്ളാഹു നമുക്ക് പ്രതിസന്ധികളെ പുഞ്ചിരി കൊണ്ട് നേരിടാൻ തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് 224.